നമസ്കാരം. കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിൽ ജനവികാരം കത്തി നിൽക്കുന്ന സമയമാണ് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ എക്സിറ്റ് ഫലങ്ങളും വ്യക്തമാക്കുന്നത്. 3 ആഴ്ചയ്ക്ക് മുമ്പെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് വെച്ചത്. അതായത് 13 MLA-മാർ LDF-ൽ നിന്നും ഒരു ഭൂരിപക്ഷവുമില്ലാതെ തോറ്റ് തുന്നം പാടാനുള്ള സാഹചര്യമുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അടിവരയിട്ട് വ്യക്തമാക്കിയത്. 3 ആഴ്ചയ്ക്ക് മുന്നേ സ്പെഷ്യൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയിരുന്നു. അതിൽ CPM-ൽ നിന്നും ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള MLA-മാർ ഉൾപ്പെടെ 13 MLA-മാർ പരാജയപ്പെടും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. LDF ഭരണത്തിനെതിരെയുള്ള ജനവികാരവും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-ന് അനുകൂലമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷം തോൽക്കാനുള്ള സാഹചര്യം എന്താണ് എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരവും വിവാദങ്ങളും കാരണം LDF-ന് സിറ്റിംഗ് സീറ്റുകളിൽ പോലും വിജയം ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് 100-ലധികം സീറ്റുകൾ നേടി UDF അടുത്ത സർക്കാർ രൂപീകരിക്കും എന്നൊരു പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. കേരളത്തിൽ BJP സീറ്റുകൾ നേടുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. കാരണം വലിയ പ്രതീക്ഷയൊന്നും തന്നെ കേരളത്തിലെ BJP ഘടകത്തിന് നൽകുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആശുപത്രികളിൽ സാധാരണക്കാരെ നടുവൊടിക്കുന്ന രീതിയിൽ ബില്ലുകളിൽ ഒരു കടിഞ്ഞാണിടാനാണ് നോ ബിൽ ഹോസ്പിറ്റൽ എന്ന ആശയം കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു എല്ലാവർക്കും സൗജന്യ ചികിത്സ എന്ന ആശയം. 2026-ലെ UDF പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനമായി ഇടം പിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വച്ചത്. സാമൂഹ്യ പ്രവർത്തകനായ ബിനോയ് വാര്യത്ത് പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പദ്ധതിയുടെ നാൾവഴികളും പ്രസക്തിയും വീണ്ടും പൊതുമധ്യത്തിൽ ഒരു ചർച്ചാ വിഷയമാകുന്നത്. 2021-ലെ UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും അന്ന് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയ ഈ പദ്ധതി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ പ്രധാന പ്രചാരണ ആയുധമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF അധികാരത്തിൽ വന്നാൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കൊപ്പം നോ ബിൽ ഹോസ്പിറ്റൽ സംവിധാനവും യാഥാർത്ഥ്യമാകുമെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമായിരിക്കുകയാണ്. 2026-ലെ UDF പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനമായി ഇടം പിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത്. UDF അധികാരത്തിൽ വന്നാൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കൊപ്പം നോ ബിൽ ഹോസ്പിറ്റൽ സംവിധാനവും യാഥാർത്ഥ്യമാക്കുമെന്നാണ് UDF പറയുന്നത്. കൂടാതെ 2013-ൽ കൊച്ചിയിൽ നടന്ന ആശയ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയം 2014-ലെയും 2019-ലെയും ലോകസഭാ പ്രകടന പത്രികകളിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന പേരിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ അപ്രയോഗികമാണെന്നും ഇത് കേരളത്തിൽ നടപ്പാക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പരിഹസിക്കുകയായിരുന്നു. എന്നാൽ വിദേശ സർവകലാശാലകളിലെ വിദഗ്ധരും നീതി ആയോഗും പിന്നീട് ഈ മാതൃകയുടെ പ്രായോഗികത തിരിച്ചറിഞ്ഞുവെന്നാണ് കുറിപ്പിൽ പറയുന്നത്. സർക്കാരും സ്വകാര്യ മേഖലയും കൈകോർക്കുന്ന ലാഭക്ഷയമില്ലാത്ത ആശുപത്രി മാതൃകയാണിത്. വെല്ലൂർ CMC ആശുപത്രിയുടെ വിശ്വാസ്യതയോടെ പൂർണ്ണ സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. രോഗികൾ മുറി വാടകയും ഭക്ഷണ ചെലവും മാത്രം നൽകിയാൽ മതിയാകും. ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമ്പോൾ ആശുപത്രി കെട്ടിടം നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനത്തിന് മുറി വാടക ലഭിക്കും. കേരളത്തിൽ 150 കിലോമീറ്റർ ഇടവിട്ട് ഇത്തരത്തിലുള്ള 3 ഉന്നത നിലവാരത്തിലുള്ള ആശുപത്രികൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. കാരുണ്യ പദ്ധതി ഉൾപ്പെടെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഈ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ വിസ്മൃതിയിലാകുന്നത് അദ്ദേഹത്തിനോട് കാട്ടുന്ന ഒരു വഞ്ചനയാണെന്നാണ് ബിനോയ് വാര്യത്ത് പറയുന്നത്. ബെന്നി ബനാൻ MM ഹസൻ തുടങ്ങിയ നേതാക്കൾ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയത് സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. രോഗികൾ മുറി വാടകയും അതോടൊപ്പം തന്നെ ഭക്ഷണ ചെലവുകളും മാത്രം നോക്കിയാൽ മതി. ബാക്കി ഈ ആശുപത്രികൾ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ ചെലവുകൾക്ക് അതിൻ്റെ ഉള്ള 1 രൂപ പോലും ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ രോഗിയുടെ പോക്കറ്റിൽ നിന്നും എടുക്കേണ്ടി വരില്ല എന്നുള്ള നല്ല ഒരു ആശയം തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ
കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്നത്. പക്ഷേ ഒരു നല്ല പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ കേരളത്തിൽ നടപ്പാക്കാതിരിക്കാനുള്ള പല പണികളും നോക്കും. അങ്ങനെ മുടങ്ങിപ്പോയ ഒരു പദ്ധതിയാണ് വീണ്ടും UDF അധികാരത്തിൽ വരുമെന്നൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പല എക്സിറ്റ് പോളുകളും പറയുമ്പോൾ ഈ ഒരു പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയാണ്.